ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുരക്ഷിതമായിരിക്കണം കേട്ടോ. കൂട്ടുകാരെയും സ്കൂളും കാണാൻ തിടുക്കമായോ? ഉടനെ സാധിക്കും കേട്ടോ. നല്ല പ്രതീക്ഷയോടെ നമുക്ക് മുന്നേറാം. പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് കൂടുതൽ സമയം നിങ്ങൾക്ക് കിട്ടുമല്ലോ. അങ്ങനെയും ഉണ്ട്. ചിത്രങ്ങൾ വരയ്ക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ബേസിക് സയൻസിലെ പുസ്തകത്തിലെ ആ ചിത്രങ്ങളൊക്കെ വരച്ച് നിങ്ങൾക്ക് ഫയൽ ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കാം. നല്ലവണ്ണം കളറും ചെയ്യണം കേട്ടോ. നമ്മൾക്കറിയാം, ഒരു പക്ഷേ നാളെ ചരിത്ര താളുകളിൽ നിങ്ങൾ താരങ്ങളായി മാറാം. കാരണം കൊറോണ എന്ന ഭീകരനെ വെല്ലുവിളിയോടെ ഇപ്പം നേരിടുകയാണ് നമ്മൾ. തോക്കാതെ നമ്മൾക്ക് മുന്നോട്ട് പോകണം. നമ്മുടെ ക്ലാസ് നമുക്കങ്ങനെ കൊണ്ടുപോയേ പറ്റൂ. അതുകൊണ്ട് ഉള്ളതിലും കഴിഞ്ഞ സ്കൂളിൽ പോയി പഠിച്ചതിലും കൂടുതൽ നിങ്ങൾ ഏൺ ചെയ്യണം, നിങ്ങൾ സമ്പാദിക്കണം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലേക്കാൾ നിങ്ങൾക്ക് ഹൃദ്യസ്ഥമാക്കിയോ? അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചോട്ടെ. കുട്ടികളെ, നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണിന്ന്. പേജ് നമ്പർ 8 മുതലാണ് പോകുന്നത് ടെക്സ്റ്റിലെ. സോവിങ് ആൻഡ് സ്പ്രൗട്ടിങ്, നടിയിലും മുളയ്ക്കലും. കുട്ടികളെ, നമ്മൾക്കറിയാം സസ്യങ്ങളാണ് നമ്മുടെ ആഹാര ശൃംഖലയുടെ പ്രധാന ഘടകമെന്ന്, അല്ലേ? അവരാണ് ഓക്സിജൻ ഉൽപ്പാദകർ. നമ്മൾ ഈ അവസരത്തിൽ ഓക്സിജൻ തരുന്ന അവരുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കണം. ഓക്സിജൻ കിട്ടാതെ രോഗികൾ വലയുന്ന ദിനം പ്രതി വാർത്തകൾ നമ്മളെ തേടിയെത്തുന്നല്ലേ. ഈ ജൂൺ 5-ന് നിങ്ങൾ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചോ? ഞാൻ അറിഞ്ഞു നിങ്ങൾ അതൊക്കെ ചെയ്തെന്ന്. നല്ലത് തന്നെ കേട്ടോ. ആ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് നിങ്ങൾക്കറിയാമോ? അന്നാണ് നമ്മുടെ പ്രകൃതി സംരക്ഷണ ദിനം, പരിസ്ഥിതി ദിനം. അപ്പം എല്ലാവരും ചെടികളൊക്കെ നട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങൾ അന്ന് ജൂൺ 5-ന് ചെടികളൊക്കെ നട്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം നിങ്ങൾ അന്ന് ചെടികൾ നട്ടത് എങ്ങനെയാണ്? എവിടെ നിന്നെങ്കിലും ഒരു മാവൻ തൈയോ തെങ്ങൻ തൈയോ ഒക്കെ കിട്ടിയിട്ട് നിങ്ങൾ കൊണ്ട് നടുകയായിരുന്നോ? അതോ നിങ്ങൾ ചീരയോ വെണ്ടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാകിയിട്ട്, വഴുതനയൊക്കെ പാകിയിട്ട് അതിൽ നിന്ന് പറിച്ച് മാറ്റി നടുകയാണോ ചെയ്തത്? നമുക്ക് രണ്ട് രീതിയിലും അങ്ങനെ ചെയ്യാം, അല്ലേ? കുറച്ച് പേര് വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ തൈ കൊണ്ടുതന്ന് നിങ്ങളത് മണ്ണിൽ കുഴിച്ചു വെച്ച് കാണും, അല്ലേ? കുറച്ച് പേര് വഴുതനയും ചീരയൊക്കെ പാകിയിട്ട് നിങ്ങൾ പറിച്ച് നട്ടും കാണും. ഇനി നമുക്ക് ക്ലാസ് തുടങ്ങാം. സോയിങ് ആൻഡ് സ്പ്രൗട്ടിങ്. സോയിങ് എന്ന് പറഞ്ഞാൽ വിത്തിടുക, ആൻഡ് സ്പ്രൗട്ടിങ് മുളപ്പിക്കുക. വിത്തിട്ട് നമ്മൾ ചെടി മുളപ്പിക്കുക. ഇറ്റ് ഈസ് ഈസി ടു സെലക്ട് ഗുഡ് ക്വാളിറ്റി സീഡ്സ് ഫ്രം പ്ലാന്റ്സ് ലൈക്ക് ലേഡീസ് ഫിംഗർ ആൻഡ് പീ. How will you select quality seed from plant that have smaller seed than the above? അതായത് ഇറ്റ് ഈസ് ഈസി, വളരെ എളുപ്പമാണ് നമുക്ക് വിത്ത് ശേഖരിക്കാൻ. സെലക്ട് ഗുഡ് ക്വാളിറ്റി, നല്ല ഗുണമുള്ള വിത്ത് ശേഖരിക്കാനായിട്ട്. എവിടുന്ന്? ഫ്രം പ്ലാന്റ് ലൈക്ക് ലേഡീസ് ഫിംഗർ. വെണ്ടയിൽ നിന്ന് വിത്ത് ശേഖരിക്കാൻ നമുക്ക് എളുപ്പമാണ്, അല്ലേ? ഒരു വളഞ്ഞു നിൽക്കുന്ന ഒരു വെണ്ട ഓടിച്ച് നമുക്ക് പറിച്ച് പൊട്ടിച്ച് വിത്തെടുക്കാൻ എളുപ്പമാണ്. ആൻഡ് പീ, അതുപോലെ പയറുചെടിയും. ഹൗ വിൽ യു സെലക്ട് ക്വാളിറ്റി സീഡ് ഫ്രം പ്ലാന്റ് ദാറ്റ് ഹാവ് സ്മോളർ സീഡ് ദാൻ ദി അബവ്? ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ ചെടികളുണ്ടല്ലോ, അതായത് ചീരയും അതുപോലെ തന്നെ വേറെ അതുപോലെ വഴുതനയൊക്കെ. അതിൽ നിന്ന് നിങ്ങൾ എങ്ങനെ പെട്ടെന്ന് സീഡ് എടുക്കും? ഇൻ ദ കേസ് ഓഫ് ബ്രിഞ്ചൽ,
വഴുതനയെ സംബന്ധിച്ചിടത്തോളം ഗുഡ് സീഡ്ലിംഗ് ആർ ട്രാൻസ്പ്ലാന്റഡ് ആഫ്റ്റർ സോയിങ് ആൻഡ് സ്പ്രൗട്ടിംഗ് സീഡ്. ഗുഡ് സീഡ്ലിംഗ്, നല്ല സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ തൈകൾ, നല്ല തൈകൾ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, പറിച്ച് നടണം. ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പറിച്ച് നടുക. ആഫ്റ്റർ സോയിങ് ആൻഡ് സ്പ്രൗട്ടിംഗ് സീഡ്, വിത്തിട്ട് മുളച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ ചീരയും വഴുതനയും അതിൻ്റെ തൈകൾ നമ്മൾ പറിച്ച് നടും. Can you find more example for seedling that are transplanted and seedling that are not? Can you find, കൂടുതൽ ഉദാഹരണം നിങ്ങൾക്ക് കണ്ടെത്താമോ? എന്തിന്? സീഡ്ലിംഗ് തൈകൾ, that are transplanted പറിച്ച് നടുന്നതും, ആൻഡ് സീഡ്ലിംഗ് that are not transplanted, അതായത് തൈകൾ പറിച്ച് നടാത്തതും. ചിലത് നമ്മൾ പറിച്ച് നടും, പാകിയിട്ട്, വഴുതനയും ചീരയൊക്കെ നമ്മൾ പാകിയിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് വലുതാകുമ്പം നമ്മൾ മാറ്റി വയ്ക്കും. എന്നാൽ ചിലത് നമ്മൾ അല്ലാതെ, ഇപ്പം കപ്പയൊക്കെ ആണെങ്കിൽ നമ്മൾ കപ്പ തടി വെച്ച് ഡയറക്റ്റായിട്ട് മണ്ണിൽ വെച്ച് കിളിപ്പിക്കുകയാണ്. അല്ല നമ്മൾ കപ്പ ഒരിടത്ത് നട്ടിട്ട് പിന്നെ അതുകൊണ്ട് നാളെ കൊണ്ട് കിളുത്ത് കഴിയുമ്പം റൂട്ട് വന്നു കഴിയുമ്പോൾ വേറെടുത്ത് കൊണ്ട് പറിച്ച് വെക്കുകയല്ല. അപ്പം കപ്പയുടെ കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. കപ്പ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, അത് നമ്മൾ പറിച്ച് അടുകയല്ല, അതൊരു തടി എടുത്തുകൊണ്ട് നമ്മൾ അവിടെ കിളിപ്പിക്കുകയാണ്. ഇവിടെ അന്നേരം നമ്മൾ പറിച്ച് നടുന്ന, ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പറിച്ച് നടുക. ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ചെടികളുമുണ്ട്, നോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത ചെടികളുമുണ്ട്. അപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്തതെന്ന് പറയുമ്പം കപ്പ ശരിക്കും മനസ്സിൽ ഓർക്കുക. എല്ലാം നമുക്ക് വേണം ചെയ്യാം. അതായത് വെണ്ടയും ഒക്കെ നമുക്ക് നട്ടിട്ട് നമുക്കങ്ങനെ വേണം പറിച്ച് നടാം ഒത്തിരി. പക്ഷെ നമ്മൾ എന്താണ്, വെണ്ടയൊക്കെ സാധാരണയായിട്ട് ഒരു കുഴി എടുത്തിട്ട് 5-6 ഒക്കെ വലിയ കുഴി എടുത്തിട്ട് അതിനകത്ത് മണ്ണൊക്കെ ഇട്ട് നല്ലവണ്ണം വെച്ചിട്ട് വിത്തിട്ടിട്ട് പിന്നെ കിളുത്ത് വരുമ്പോൾ നമ്മളത് അവിടെ തന്നെ കിളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ പയറും ഒക്കെ പിന്നെ പടങ്ങ് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കപ്പയൊക്കെ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ട്രാൻസ്പ്ലാന്റും ചെയ്യാം, നോൺ ട്രാൻസ്പ്ലാന്റും ചെയ്യാം. Can you find more example for seedling that are transplanted and seedling that are not? അപ്പം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ചെടിയും ഉദാഹരണം കണ്ടെത്തുക. ആൻഡ് സീഡ്ലിംഗ് ദാറ്റ് ആർ നോട്ട് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്ത ചെടിയുടെയും ഉദാഹരണങ്ങൾ കണ്ടെത്തുക. ക്ലാസിഫൈ ദം, എന്നിട്ട് അതിനെ തരംതിരിക്കുക. ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറിയും നിങ്ങളിതെല്ലാം എഴുതി വയ്ക്കുക. ഏതൊക്കെയാണ് പറിച്ച് നടാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് പറിച്ച് നടാൻ പറ്റാത്തത്. ഇപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ ആൻസർ തരാം. ഏതൊക്കെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, ഏതൊക്കെ കുറേ 3-4 ചെടികളൊക്കെ ഞാൻ ഉദാഹരണമായിട്ടിവിടെ തന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ പരിസരത്തു നിന്ന് അങ്ങനെയുള്ള ചെടികളൊക്കെ തരംതിരിച്ച് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതി വയ്ക്കൂ. ഇനി സീഡ്ലിംഗ് ദാറ്റ് ആർ ട്രാൻസ്പ്ലാന്റഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്പിനാച്ച്, ചീര, വീറ്റ്, ഗോതമ്പ്, ബ്രിഞ്ചൽ, വഴുതന, പാടി, നെല്ല്, ചില്ലി, മുളക്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറിച്ചു മാറ്റി നടുന്ന ചെടികൾ. ഇനിയുണ്ട് ചെടികൾ, അത് എക്സെട്ര ഇട്ടേക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് അത് കണ്ടുപിടിച്ചിട്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നോക്കി എഴുതാൻ വേണ്ടിയാണ്. ഇനി അടുത്തത് സീഡ്ലിംഗ് ദാറ്റ് ആർ നോട്ട് ട്രാൻസ്പ്ലാന്റഡ്. ഇനി അങ്ങനെ പറിച്ച് നടാതെ നമ്മൾ ഡയറക്റ്റായിട്ട് നേരെ വെക്കുന്ന ചെടികൾ ഏതൊക്കെയാണ്? അതായത് കോക്കനട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ പറിച്ച് നടുന്നുണ്ടോ? ഇല്ല, കിളിപ്പിച്ച് കൊണ്ട് നമ്മൾ ഒരിടത്ത് വെക്കുകയാണ്. പൈനാപ്പിളും ഒക്കെ അതുപോലെയാണ്. മാങ്കോ, ടപ്പിയോക്ക, കപ്പ വെക്കുന്ന അറിയാമല്ലോ. യാം, ചേന അതുപോലെ കിളിപ്പിച്ചിട്ട് ഒരിടത്ത് വെക്കുകയാണ്. എക്സെട്ര ഇനിയുണ്ട് ചെടികൾ. അത് നിങ്ങൾ വെക്കുന്ന ഓരോ ചെടികളും ഒക്കെ ബാക്കിയൂടെ കണ്ടെത്തി സയൻസ് ഡയറിയിൽ കുറിച്ച് വയ്ക്കണം. ഓക്കെ. ഇനിയും നമ്മൾ വിത്ത് കുഴിച്ചു വെച്ച് ചെടി ഉൽപ്പാദിപ്പിക്കാതെ ആ രീതിയല്ലാതെ നമ്മൾ എന്തൊക്കെ സ്റ്റെം കട്ട് ചെയ്ത് വെക്കും അല്ലേ? അതായത് കപ്പയുടെയൊക്കെ നമ്മൾ അതുപോലെ തന്നെ ചേനയുടെയൊക്കെ സാധാ ചേനയെന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റെം പാർട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ വാഴ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ നമ്മൾ സ്റ്റെം പാർട്ട് മാറ്റി വെച്ചാണ് നമ്മൾ അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം അതിന് ആ രീതിയിൽ ഏതൊക്കെ ചെടികളാണ് അങ്ങനെ നമ്മൾ വെക്കുന്നത്, സ്റ്റെം കട്ട് ചെയ്ത് വെക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ നമ്മൾ റൂട്ട് വെച്ചും ചെടികൾ കിളിപ്പിക്കും. റൂട്ട് വെച്ച് വെക്കുന്ന ഏതാണ് പറയുന്നേ? കറിവേപ്പ് അല്ലേ? കറിവേപ്പിൻ്റെ റൂട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? പൊട്ടിമുളച്ച് വേറെ നമ്മൾ അവിടുന്ന് വേറൊരു ഭാഗത്തേക്ക് ആ കറിവേപ്പ് പറിച്ച് വെക്കും അല്ലേ?
അതുപോലെ തന്നെ വേറെ ഏതാ ഇല വെച്ച് നടുന്ന ചെടി ഉണ്ടല്ലോ, ബ്രയോഫില്ലം. അതിൻ്റെ ഇലയാണ് പറിച്ച് മാറ്റി വെച്ച് കിളിപ്പിക്കുന്നത്. അപ്പം ഇതേ രീതിയിൽ പ്രത്യുൽപാദനം നടത്തുന്നതിനെയാണ് സെക്സ്വൽ അല്ലാത്ത അസെക്സ്വൽ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സെക്സ്വൽ എന്ന് പറയുമ്പം വിത്ത് കിളിപ്പിച്ച് വിത്ത് ഉൽപ്പാദിപ്പിച്ചിട്ട് നട്ട് കിളിപ്പിക്കുന്ന അടുത്ത തലമുറയാണ്. അതേ രീതിയിൽ വരുന്നതാണ് സെക്സ്വൽ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി അസെക്സ്വൽ റിപ്രൊഡക്ഷൻ എന്ന് പറയുമ്പം വിത്ത് കിളിപ്പിക്കാതെ തണ്ടോ വേരോ ഇലയോ ഒക്കെ നട്ട് അതിൻ്റെ ഭാഗം നട്ട് കിളിപ്പിക്കുന്നതിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. സ്റ്റെം കട്ടിങ് ആ ഭാഗം ഒന്ന് വായിച്ചേ. Aren't you familiar with the plant that germinate from seed and those that plant sprouts from other parts? Aren't you familiar? നിങ്ങൾക്ക് ഫെമിലിയർ അല്ലേ, പരിചയമില്ലേ വിത്ത് പ്ലാന്റ്സ് ചെടികളുമായിട്ട്. ദാറ്റ് ജെർമിനേറ്റ് അത് മുളയ്ക്കുക, ജെർമിനേറ്റ് എന്ന് പറഞ്ഞാൽ മുളയ്ക്കുക. ഫ്രം സീഡ് വിത്തിൽ നിന്ന് മുളച്ച് ചെടി ഉണ്ടാകുക. ആൻഡ് ഡോസ് ദാറ്റ് സ്പ്രൗട്ട് ഫ്രം അതർ പാർട്ട് അല്ലാതെ മറ്റു ഭാഗങ്ങൾ മുളച്ചും ചെടി ഉണ്ടാകുന്നില്ലേ. നെക്സ്റ്റ് ബോക്സിൽ കിടക്കുന്ന വായിക്കുക. ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിംഗ് ഫ്രം സീഡ് ഈസ് ബൈ സെക്സ്വൽ റിപ്രൊഡക്ഷൻ. ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുക, സീഡ്ലിംഗ് ഉണ്ടാകുക, തൈച്ചെടികൾ ഉണ്ടാകുക. ഫ്രം സീഡ് വിത്തിൽ നിന്ന്, ഈസ് ബൈ സെക്സ്വൽ റിപ്രൊഡക്ഷൻ. വിത്തിൽ നിന്ന് ചെടികൾ അടുത്ത ചെടി നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നതാണ് സെക്സ്വൽ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്ലെറ്റ് ഫ്രം പാർട്ട് ലൈക്ക് റൂട്ട് സ്റ്റെം ആൻഡ് ലീഫ് ഈസ് കോൾഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇനി എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുകയാണ്. ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്ലെറ്റ്, പ്ലാന്റ്ലെറ്റിൻ്റെ മീനിങ് ചെടികൾ, പുതിയ ചെടികൾ ഉണ്ടാകുക. ഫ്രം അവിടെ നിന്ന്, പാർട്സ് ലൈക്ക്, പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഭാഗം, ഏത് ഭാഗത്തു നിന്ന്, റൂട്ടിൽ നിന്ന്, സ്റ്റെം ആൻഡ് ലീഫ്, ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ തൈകൾ ഉണ്ടാക്കുക, ചെടികൾ ഉണ്ടാക്കുക. ഇതിനെയാണ് ഈസ് കോൾഡ് എന്ന് പറഞ്ഞാൽ വിളിക്കുന്നു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇതിനെയാണ് കായിക പ്രജനനം മലയാളത്തിൽ പറയുമ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. മറ്റേത് സെക്സ്വൽ റിപ്രൊഡക്ഷൻ, ലൈംഗിക പ്രത്യുൽപാദനം. ഇവിടെ വെജിറ്റേറ്റീവ് കായിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. അപ്പം സെക്സ്വൽ റിപ്രൊഡക്ഷനും വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. സെക്സ്വൽ റിപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പം ഇവിടെ നോക്കുക. ടപ്പിയോക്ക ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ ആർ കൾട്ടിവേറ്റഡ് ബൈ പ്ലാന്റിംഗ് സ്റ്റെം കട്ടിംഗ്. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾ ഫോർ പ്ലാന്റ്സ് formed through sexual reproduction and vegetative reproduction, vegetative propagation. അതായത് ടപ്പിയോക്കയും സ്വീറ്റ് പൊട്ടറ്റോയും, കപ്പയും മധുരക്കിഴങ്ങും, ആർ കൾട്ടിവേറ്റഡ് ബൈ, നമുക്ക് കൃഷി ചെയ്യാം, കൾട്ടിവേറ്റഡ് ചെയ്യാം. ബൈ പ്ലാന്റിങ്, എങ്ങനെയാണ്, നട്ടുകൊണ്ട്, സ്റ്റെം കട്ടിങ്, സ്റ്റെം കട്ട് ചെയ്ത് നടാം. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾ ഫോർ പ്ലാന്റ്സ്, കൂടുതൽ ഉദാഹരണം കണ്ടെത്തുക. ഫോം ത്രൂ സെക്സ്വൽ റിപ്രൊഡക്ഷൻ വഴി, ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇതിൽ എന്താണ് സെക്സ്വൽ റിപ്രൊഡക്ഷൻ, എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞല്ലോ. ഇനി അത് ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി സെക്സ്വൽ റിപ്രൊഡക്ഷൻ ഉണ്ടോ, ആ ബോക്സിനകത്ത് സെക്സ്വൽ റിപ്രൊഡക്ഷൻ ഉണ്ട്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഉണ്ട്. ഏതൊക്കെയാണ് ഇനി സെക്സ്വൽ റിപ്രൊഡക്ഷൻ വഴി ഉൽപ്പാദിപ്പിക്കുന്ന ചെടികൾ? അതിന് എക്സാമ്പിൾ പ്ലാന്റ്സ് ഫോംഡ് ത്രൂ സെക്സ്വൽ റിപ്രൊഡക്ഷൻ. നമ്മൾ എന്തൊക്കെ എഴുതും? ബ്രിഞ്ചൽ എഴുതും, ലേഡീസ് ഫിംഗർ, പംകിൻ, കുക്കുംബർ, പീ, ടൊമാറ്റോ, പിന്നെ എക്സെട്രയാണ് ഞാൻ ബോക്സ് കൊടുത്തേക്കുന്നത്. അതായത് ഇനിയും നമുക്ക് കണ്ടെത്തി ഒത്തിരിയും കണ്ടുപിടിച്ചെഴുതാൻ പറ്റും. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി, അതായത് കായിക പ്രജനനം വഴി ഉൽപ്പാദിപ്പിക്കുന്ന ചെടികൾ ഏതൊക്കെയാണ്? തണ്ട് മുറിച്ച് നടുന്നത് ഏതാണ്? ടപ്പിയോക്ക. ഇനി സ്റ്റെം കട്ട് ചെയ്ത് നടുന്നത് റോസ്, ജാസ്മിൻ, ഹൈബിസ്കസ് എന്ന് പറയുമ്പോൾ ചെമ്പരത്തി. കറി ലീഫ് ഏതാണ്? അതിൻ്റെ ഏത് ഭാഗമാണ് വെക്കുന്നത്? റൂട്ട്. പിന്നെ ബ്രയോഫില്ലം എന്ന് പറയുമ്പം അതിൻ്റെ ഇലയാണ്, ആ ചെടിയുടെ ഇലയാണ് പറിച്ച് നട്ട് അടുത്ത ചെടിയെ ഉണ്ടാക്കുന്നത്. അപ്പം ഇത്രയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് ഉദാഹരണമായിട്ട് കൊടുത്തേക്കുന്നത്. ഇനി എക്സെട്ര ETC എന്ന് പറഞ്ഞാൽ എക്സെട്ര എന്ന് പറഞ്ഞാൽ കുറേ ചെടികൾ കൂടി നിങ്ങൾ കണ്ടെത്തി സയൻസ് ലെയറിൽ കുറിച്ച് വയ്ക്കണം. ഓക്കെ. നെക്സ്റ്റ് ഈസ് എ ന്യൂ ഗുവ പ്ലാന്റ്
പ്രൊഡ്യൂസ് യൂഷ്വലി ബൈ പ്ലാന്റിങ് ഇറ്റ് സ്റ്റെം കട്ടിങ്. അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് കേട്ടോ. അതായത് ഒരു പുതിയ പേരച്ചെടി പതിവായി നമ്മൾ അതിൻ്റെ സ്റ്റെം കട്ട് ചെയ്താണോ ഉൽപ്പാദിപ്പിക്കുന്നത്? അങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിലൊക്കെ പേരമരം ഉൽപ്പാദിപ്പിക്കുന്നത്? അതായത് സ്റ്റെം കട്ട് ചെയ്തിട്ടാണോ? അല്ലല്ലോ. അപ്പൊ അല്ലല്ലോ. അപ്പൊ നമ്മൾ ആൻസർ എന്ത് പറയും? നോ. അതായത് നമുക്കറിയാം സാധാരണ പേരയ്ക്കൊക്കെ ഇങ്ങനെ പേരമരത്തെ പഴുത്ത് നിന്ന് കഴിയുമ്പം കിളികളും ഒക്കെ അത് കൊത്തി തിന്ന് എന്നിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ വിസർജനത്തോടെ ആ പേരേരി വന്നിട്ട് പറമ്പിലൊക്കെ കിടന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് തൈ ചെടികളിങ്ങനെ വളർന്ന് വീണ്ടും പേരയ്ക്കൊക്കെ നമുക്ക് കിട്ടും ആ പേരയിൽ അല്ലേ? അങ്ങനെയാണ് ഈ ചെടി ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മെത്തേഡ് ടു പ്രൊഡ്യൂസ് എ ന്യൂ പ്ലാന്റ് വിത്ത് ഓൾ ദ ക്വാളിറ്റി ഓഫ് ദ പേരന്റ് പ്ലാന്റ്? ഇനിയും ഏത് രീതിയിലാണ് നമ്മൾ ഒരു ചെടിയെ ഉൽപ്പാദിപ്പിക്കുന്നത്, അടുത്ത ചെടിയെ ഉണ്ടാക്കുന്നത്? വിത്ത് ഓൾ ദ ക്വാളിറ്റീസ് ഓഫ് ദ പാരന്റ് പ്ലാന്റ്, അതായത് പാരന്റിന്റെ എല്ലാ സ്വഭാവവും ഈ ചെടിക്ക് ഉണ്ടായിരിക്കണം. ഇപ്പം പറഞ്ഞ ഒരു പേരമരം, അതിൽ നിന്ന് വരുന്ന അടുത്ത ചെടിക്കും ഇതിന്റെ എല്ലാ സ്വഭാവവും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു റോസ് ചെടി, ഒരു ചുമല കളറുള്ള റോസ് ചെടി, അപ്പൊ അതിന്റെ പൂ എങ്ങനെയായിരിക്കണം? ആ ക്വാളിറ്റി തന്നെ, ആ ചുമല കളർ തന്നെ ഉണ്ടായിരിക്കണം. അവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഏത് രീതിയിലാണ് നമുക്ക് മാതൃ സസ്യങ്ങളുടെ അതേ ഗുണങ്ങളുള്ള പുതിയ ചെടിയെ ഉൽപ്പാദിപ്പിക്കുന്നത്? ഏത് മാർഗം നമുക്ക് സ്വീകരിക്കാം? അവിടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനുള്ളത് മറുപടി നമുക്ക് കിട്ടും ഇപ്പം. നെക്സ്റ്റ്, what will happen if we plant after sprouting root on the branches of the parent plant? അതായത് എന്ത് സംഭവിക്കും? നമ്മൾ നമ്മൾ നടുക ആഫ്റ്റർ സ്പ്രൗട്ടിങ് റൂട്ടൊക്കെ ഇങ്ങനെ പൊട്ടി മുളച്ചതിന് ശേഷം ഓൺ ദ ബ്രാഞ്ചസ് ഓഫ് ദ പാരന്റ് പ്ലാന്റ്. നമ്മൾ കണ്ടിട്ടുണ്ടോ ചില പാരന്റ് പ്ലാന്റിന്റെ മാതൃസസ്യത്തിന്റെ റൂട്ടൊക്കെ ഇങ്ങനെ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ പൊട്ടി മുളച്ച് കിടക്കും. അപ്പൊ നമ്മളത് എന്ത് ചെയ്തു? ആ ഭാഗം ഒന്ന് എടുത്ത് കട്ട് ചെയ്ത് വേറെ മണ്ണിൽ കൊണ്ട് വെക്കുമ്പോൾ തന്നെ കിട്ടും, നമുക്ക് പുതിയൊരു തൈച്ചെടി കിട്ടും അല്ലേ? ട്രൈ ദീസ് ആക്ടിവിറ്റീസ്. ഈ പ്രവർത്തനം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ലെയറിംഗ്. സെലക്ട് എ ബ്രാഞ്ച് ഓഫ് ദ പ്ലാന്റ് ഫ്രം വിച്ച് സാപ്ലിംഗ് ഈസ് ടു ബി പ്രൊഡ്യൂസ്. അതായത് ഒരു ബ്രാഞ്ച് നമ്മൾ സെലക്ട് ചെയ്യണം. എവിടെയാണോ നമുക്ക് ഈ തൈച്ചെടി എവിടെ നിന്നാണോ എടുക്കേണ്ടത്, പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കേണ്ടത്, അങ്ങനെയുള്ളൊരു ബ്രാഞ്ച് നമ്മൾ തിരഞ്ഞെടുക്കുക. ദ ബ്രാഞ്ച് മസ്റ്റ് ബി പെൻസിൽ തിക്ക്. ഈ തിരഞ്ഞെടുക്കുന്ന ഈ ബ്രാഞ്ച്, ഈ ശിഖരം തീർച്ചയായിട്ടും മസ്റ്റ് ബി അത് തീർച്ചയായിട്ടും പെൻസിൽ തിക്ക്, ഒരു പെൻസിലിന്റെ കനമേ കാണാവുള്ളൂ. ദ ബ്രാഞ്ചസ് ഫ്രം ദ മെയിൻ സ്റ്റെം ആർ ബെറ്റർ. അതായത് ബ്രാഞ്ചസ് ഫ്രം ദ മെയിൻ സ്റ്റെമ്മിൽ നിന്നുള്ള ബ്രാഞ്ച് ആയിരിക്കും എടുക്കേണ്ടത്. ഇപ്പം നമ്മളിവിടെ കണ്ടോ മെയിൻ സ്റ്റെം കണ്ടോ, അതിൽ നിന്ന് പോകുന്ന ആ പെൻസിൽ തിക്കുള്ള സ്റ്റെം കണ്ടോ? അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു പെൻസിൽ തിന്നായ ഒരു സ്റ്റെമ്മാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ. 1 centimeter of bark from the stem in a circular shape. അതായത് പീൽ ഓഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ പുറന്തോലി കളയുക. എത്ര അകലത്തിൽ കളയണം? എത്ര നീളത്തിലാ? 1 സെന്റിമീറ്റർ പുറന്തോലി കളയണം. ഓഫ് ബാർക്ക് എവിടുന്ന് കളയണം? ഫ്രം ദ സ്റ്റെം. ഈ കൊച്ചു പെൻസിൽ തിക്ക് സ്റ്റെം അല്ല നമ്മളിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, ആ സ്റ്റെമ്മിൽ നിന്ന്. അപ്പൊ അതിന്റെ ഷേപ്പ് ഏതുപോലെ ഇരിക്കും? ഇന്നെ സർക്കുലർ ഷേപ്പ്. ഒരു സർക്കുലർ ഷേപ്പ് കാണുന്ന കണ്ടില്ലേ? ഇതിനകത്തുണ്ടല്ലോ ആ സർക്കുലർ ഷേപ്പിൽ ഇത് കാണാനായിട്ട് നമുക്ക് പറ്റി. അതുപോലെയുള്ള ഷേപ്പ് വേണം ഇത് എടുക്കാൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കിക്കേ കുട്ടികളെ. Cover the peeled off part with a slightly moistened mixture of coconut fiber, soil and sawdust. അതായത് കവർ ചെയ്യണം, ഈ തൊലി കളഞ്ഞ ഭാഗം എന്ത് ചെയ്യണം? കവർ ചെയ്യണം. വിത്ത് എ സ്ലൈറ്റ്ലി മോയിസ്റ്റൻഡ് മിക്സ്ചർ ഓഫ് കോക്കനട്ട് ഫൈബർ. അതായത് നനവുള്ള തൊണ്ടിന്റെ ചകിരി ഉണ്ടായിരിക്കണം, പിന്നെ മണ്ണും, പിന്നെ സോഡസ്റ്റ് എന്ന് പറഞ്ഞാൽ അറക്കപ്പൊടി. അതെ, അറക്കപ്പൊടി കണ്ടോ? അറക്കപ്പൊടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. വുഡൊക്കെ
കട്ട് ചെയ്യുമ്പം മില്ലിൽ നിന്നൊക്കെ, അല്ല നമ്മുടെ സാധാരണ വീടിൻ്റെ അടുത്തൂടെയൊക്കെ കറകൊക്കെ കീറുമ്പോൾ ഒക്കെ പൊടി കിട്ടുമല്ലോ, അത് സോഡസ്റ്റ്. ഇപ്പൊ സോഡസ്റ്റ് എന്താന്ന് കണ്ടല്ലോ. അപ്പൊ എന്തൊക്കെ വസ്തുക്കൾ കൊണ്ടാണ് നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം നമ്മൾ കെട്ടി വെക്കേണ്ടത്? അതായത് തുണ്ടിന്റെ ചകിരിയും മണ്ണും അറക്കപ്പൊടി, ഇതെല്ലാം കൊണ്ട് വേണം നമ്മളിത് കവർ ചെയ്ത് പൊതിഞ്ഞു വെക്കാൻ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കേ. നെക്സ്റ്റ്, കവർ ഇറ്റ് വിത്ത് എ പോളിത്തീൻ ഷീറ്റ്. ടൈ ബോത്ത് എൻഡ്സ് വിത്ത് ജൂട്ട് twine. Wet it with enough water to retain moisture. അതായത് നമ്മൾ ഈ പൊതിഞ്ഞ് കെട്ടിയൊക്കെ വെച്ചില്ലേ, ഏതൊക്കെ കൊണ്ട്? തുണ്ടിന്റെ ചകിരിയും മണ്ണും അറക്കപ്പൊടിയും എല്ലാം കൂടെ നമ്മൾ ആ മുറിച്ച തണ്ടിന്റെ ഭാഗത്ത് കെട്ടി വെച്ചിരുന്നു അല്ലേ. അത് വീണ്ടും കവർ ഇറ്റ് വിത്ത് എ പോളിത്തീൻ ഷീറ്റ്, കനം കുറഞ്ഞ ഒരു ഷീറ്റ് കൊണ്ട്, ഒരു ബാഗ്, ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു പോളിത്തീൻ ബാഗ് കൊണ്ട് കെട്ടുക. കുട്ടികളെ നോക്കിക്കേ, ഇതാണ് പോളിത്തീൻ ഷീറ്റ്. ടൈ ബോത്ത് എൻഡ്സ് വിത്ത് ജൂട്ട് twine. രണ്ടു വശവും ജൂട്ട് twine കൊണ്ട് കെട്ടുക. വെറ്റ് ഇറ്റ്, നനയ്ക്കുക. വിത്ത് ഇനഫ് വാട്ടർ, ആവശ്യത്തിന് വെള്ളം. ടു റീറ്റെയിൻ മോയ്സ്ചർ, റീറ്റെയിൻ മീൻസ് നിലനിർത്തുക, മോയ്സ്ചർ നനവ് നിലനിർത്താൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ന്യൂമറസ് റൂട്ട് വിൽ സ്പ്രൗട്ട് വിതിൻ 2 months. ന്യൂമറസ് മീൻസ് ധാരാളം റൂട്ടുകൾ സ്പ്രൗട്ട് ചെയ്യും. വിതിൻ 2 months, 2 മാസം കൊണ്ട് ഒത്തിരി റൂട്ടുകൾ പൊട്ടിമുളച്ചു വരും. കട്ട് ദ ബ്രാഞ്ച് ആൻഡ് പ്ലാന്റ് ഇറ്റ് ഇൻ എ പോട്ട്. ഈ ബ്രാഞ്ച് നമ്മൾ കട്ട് ചെയ്യുക, എന്നിട്ടൊരു പോട്ടിനകത്ത് കുഴിച്ചു വയ്ക്കുക. ടിൽ ഇറ്റ് ഈസ് റെഡി ടു ട്രാൻസ്പ്ലാന്റഡ് ഇൻ ദ സോയിൽ. ഏതുവരെയാണ് നമ്മളത് വെക്കേണ്ടത് ചട്ടിക്കകത്ത്? ടിൽ ഇറ്റ് ഈസ് റെഡി ടു ബി ട്രാൻസ്പ്ലാന്റഡ് ഇൻ ദ സോയിൽ. മണ്ണിൽ നമ്മൾ മാറ്റി വെക്കേണ്ടത് എപ്പോഴാണോ അപ്പോൾ വരെ നമ്മൾ അത് ചട്ടിയിൽ നിർത്തി പരിപാലിക്കുക. ടേക്ക് കെയർ ടു പ്ലാന്റ് ദ സാപ്ലിംഗ് ഇൻ എ സ്യൂട്ടബിൾ പ്ലേസ്. എന്നിട്ട് ഈ സാപ്ലിങ്ങിനെ അനുയോജ്യമായ ഒരു സ്ഥലത്ത് നിർത്തുക, എന്നിട്ട് പരിപാലിക്കുക. കണ്ടോ, ഒത്തിരിയും റൂട്ട് മുളച്ച് നിൽക്കുന്ന കണ്ടോ? അവിടെ നിന്ന് വേണം നമുക്കിത് കട്ട് ചെയ്യാൻ. ക്ലിയർ ആയല്ലോ? അത് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് കൂടുതലായിട്ട് നിങ്ങൾ തന്നെ അത് ചെയ്യണം കേട്ടോ. ഇത് പഠിച്ചു കഴിഞ്ഞു വന്നാൽ വീട്ടിൽ ചെടികൾ കാണുമല്ലോ, റോസയോ മുല്ലയോ ചെത്തിയോ ഒക്കെ ഉണ്ടല്ലോ, അതിൽ ഈ പരീക്ഷണം നടത്തണം. ഓക്കെ കുട്ടികളെ, അപ്പം നമ്മൾ ലെയറിങ് എന്താണെന്നല്ല ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി. അതായത് ലെയറിങ്ങും അത് പതിവയ്ക്കൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ആ നിർവചനമാണ് ഇവിടെ തന്നിരിക്കുന്നത്, ഉണ്ടല്ലോ. ആ ഡെഫിനിഷൻ തീർച്ചയായിട്ടും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം കേട്ടോ. വാട്ട് ഈസ് ലെയറിങ്? ലെയറിങ് ഈസ് എ ടൈപ്പ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഇൻ വിച്ച് ന്യൂ സാപ്ലിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം എ മെയിൻ പ്ലാന്റ്. അതായത് ലെയറിംഗ് എന്ന് പറഞ്ഞ ഒരു തരം വെജിറ്റേറ്റീവ് കായിക പ്രത്യുൽപാദനമാണ്. അതിൽ നിന്ന് ന്യൂ സാപ്ലിങ്സ് പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നു. ഫ്രം എ മെയിൻ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മദർ പ്ലാന്റ് കണ്ടല്ലോ, കാണിച്ചിരിക്കുന്ന പടം, പതിവയ്ക്കൽ കണ്ടല്ലോ. അപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കുന്നത് വേറെ രീതിയിലുള്ള ഒരു പതിവയ്ക്കലാണ് കേട്ടോ. അത് നമ്മൾ ഒരെണ്ണം കൂടെ ഞാൻ പറയുന്നുണ്ടേ. അപ്പം അത് ഒരു റോസയോ മുല്ലയോ ആണെങ്കിൽ കണ്ടോ, അതിൻ്റെ താഴ്ന്നു കിടക്കുന്ന കണ്ടോ ആ ശിഖരം മണ്ണിനോട് ചേർത്ത് നിൽക്കുന്ന ഭാഗം വളച്ചിട്ട് അവിടെ കട്ട് ചെയ്തിട്ട്, മേൽപ്പറഞ്ഞ രീതിയിൽ കട്ട് ചെയ്തിട്ട് അവിടെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മണ്ണിട്ട് മൂടി കണ്ടോ. കുറച്ച് നാൾ കഴിയുമ്പം അവിടെ നിന്ന് വേര് കണ്ടോ മുളച്ച് വരും. എന്നിട്ട് നമുക്ക് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ പഠിച്ച ലെയറിങ് നമ്മൾ വീണ്ടും ഒന്നുകൂടെ നോക്കാം. കണ്ടോ ആ പടം നോക്കിക്കേ, 1, 2, 3, 4 കണ്ടോ. ആദ്യം കണ്ടോ കട്ട് ചെയ്യുന്നു, രണ്ടാമത് കണ്ടോ എടുത്തിട്ട് കട്ട് ചെയ്ത ഭാഗം പൊതിയാൻ നോക്കുന്നു, പിന്നെ കണ്ടോ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് കെട്ടി വെക്കുന്നു കണ്ടോ, പിടിച്ചു വേണമൊക്കെ ചെയ്യാൻ. നാലാമത്തെ കണ്ടോ അത് കട്ട് ചെയ്തിട്ട് ആ ഭാഗം 2 മാസത്തിനകമൊക്കെ കിളുക്കുമല്ലോ, അല്ലെ കുറച്ച് ചിലപ്പോൾ അറിയാനൊക്കെ ഒത്തില്ല. അത് നിങ്ങൾ ചെയ്ത് നോക്കണം എത്ര ദിവസത്തിനകം, എന്നിട്ട് എഴുതിയൊക്കെ ഇടണം. അപ്പം നാലാമത്തെ കണ്ടോ അത് കിളുത്ത് നമ്മൾ ഇത് ചട്ടിക്കകത്ത് കിളുത്ത് നിൽക്കുന്നതായിട്ട് കണ്ടോ വെച്ച് കിളിപ്പിക്കാം. ഓക്കെ,
അപ്പം ലെയറിങ് ഇപ്പം നമ്മൾ 2 തരം പഠിച്ചു. നമ്പർ 1 കണ്ടോ, ഇതാണ് നമ്മൾ ആദ്യം പഠിച്ചത് ലെയറിങ്. രണ്ടാമതാണ് നമ്മൾ മുമ്പേ പഠിച്ചത്. അതായത് ഒരു ചെടി ഇങ്ങനെ, റോസ ചെടി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ മണ്ണോട് ചേർന്ന് നിൽക്കുന്ന ആ ശിഖരം, മണ്ണോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം കണ്ടോ എന്നിട്ട് പടത്തിനകത്തോട്ട് നോക്കുക. അത് മറ്റേ രീതിയിൽ മുമ്പേ റോസയൊക്കെ നേരത്തെ രീതിയിൽ നമുക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ചെയ്യാം. കണ്ടല്ലോ, മേളിലത്തെ ശിഖരം എടുത്ത് ചെയ്യുന്ന പോലെ താഴെ മണ്ണിനോട് ചേർന്ന് കിടക്കുന്നത് ചെയ്യുന്ന വിധമാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങളത് ചെയ്യുമ്പം മെയിൻ ബ്രാഞ്ച് കഴിഞ്ഞിട്ട് വിട്ടിട്ട് ഈ മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന ശിഖരം ചെയ്യുമ്പോൾ കണ്ടോ, അവിടെ ഒരു കമ്പൊക്കെ വെച്ച് കെട്ടി കൊടുക്കണം, അല്ലാതെ അങ്ങ് താഴെ വീണ് കിടക്കും കേട്ടോ. ഒരു കമ്പൊക്കെ വെച്ച് കെട്ടിയേക്കുന്നുണ്ടോ, അതുപോലെ മണ്ണിൽ വേറൊരു കമ്പ് വെള്ളത്തിൽ നാട്ടി കെട്ടിയൊക്കെ വയ്ക്കണേ. നമുക്ക് പേജ് നമ്പർ 10 അതിലെ ടോപ്പ് ഭാഗം ഒന്ന് റീഡ് ചെയ്യാം അല്ലേ. ലെയറിംഗ് ഈസ് എഫക്റ്റീവ് ഇൻ പ്ലാന്റ്സ് ലൈക്ക് ജാസ്മിൻ, അതായത് പിച്ചി, മുല്ല, റോസ്, ഹൈബിസ്കസ്, cashew and sapota. Layering is also done on branches that grow close to the soil by bending the middle of the branch into the soil. വായിച്ചോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ നമുക്ക് മീനിങ് ഒന്ന് നോക്കാം. ലെയറിങ് ഈസ് എഫക്റ്റീവ് ഇൻ പ്ലാന്റ്. ലെയറിങ് വളരെ ഫലപ്രദമാണ്. എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫലപ്രദം. ഇൻ പ്ലാന്റ്സ് ലൈക്ക്, ഇതുപോലുള്ള ചെടികളിലാണ് ലെയറിങ് ഫലപ്രദം. നമുക്കറിയാം, ജാസ്മിൻ, മുല്ല 2 തരമുണ്ട്. പിച്ച് കണ്ടിട്ടുണ്ടോ? ചെറിയ പൂവൊക്കെ ഉള്ള വള്ളി പോലെ പടന്ന് കിടക്കുന്ന. പണ്ടൊക്കെ ഈ ചെടി ധാരാളം എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കാണാൻ സാധ്യതയുണ്ടോ എന്ന് അറിയത്തില്ല. വീട്ടിലുള്ള മുതിർന്നവരോട് ചോദിക്കുക. പിന്നെ മുല്ല ഓൾറെഡി നിങ്ങൾക്കറിയാം. മുല്ല, റോസ്, ഹിബിസ്കസ് അതായത് ചെമ്പരത്തി, കാഷ്യൂ ആൻഡ് സപ്പോട്ടയൊക്കെ അറിയാമല്ലോ. ലെയറിംഗ് ഈസ് ഓൾസോ ഡൺ ഓൺ ബ്രാഞ്ചസ്. ലെയറിംഗ് കൂടാതെ നമുക്ക് നടത്താം ഓൺ ബ്രാഞ്ചസ് ദാറ്റ് ഗ്രോ ക്ലോസ് ടു ദ സോയിൽ, മണ്ണിനോട് ചേർന്ന ഭാഗത്ത്. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എങ്ങനെ? ബൈ ബെൻഡിങ് മീൻസ് വളയ്ക്കുക. ദ മിഡിൽ ഓഫ് ദ ബ്രാഞ്ച്, നടുക്കുവശം, മിഡിൽ ഓഫ് ദ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ശിഖരം, ഇൻ ടു ദ സോയിൽ. കുട്ടികളെ, നമുക്ക് അപ്പോൾ ലെയറിങ്ങിൻ്റെ ആ സ്റ്റെപ്സ് ഒക്കെ ഒന്ന് നോക്കാം. ആ പ്രവർത്തനം നമുക്ക് എങ്ങനെ നടത്താം എന്നുള്ളത് ഞാൻ വളരെ സിമ്പിളായിട്ട് ഇവിടെ കുറേ സ്റ്റെപ്സുകൾ തന്നിട്ടുണ്ട്. അത് നോക്കുക. ഹൗ ക്യാൻ വി പ്രൊഡ്യൂസ് സാപ്ലിംഗ് ത്രൂ ലെയറിംഗ്? ലെയറിംഗ് വഴി സാപ്ലിംഗ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം? സ്റ്റെപ്സ്. സെലക്ട് എ മെയിൻ ബ്രാഞ്ച് ഓഫ് ദ പ്ലാന്റ്. നമ്മൾ മെയിൻ ബ്രാഞ്ച് ഒരു സസ്യത്തിൻ്റെ തിരഞ്ഞെടുക്കണം. ഓൾസോ സെലക്ട് എ പെൻസിൽ തിക്ക് ബ്രാഞ്ച് ഫ്രം ദ മെയിൻ ബ്രാഞ്ച്. കൂടാതെ ഒരു പെൻസിൽ തിക്കായ ബ്രാഞ്ചും മെയിൻ ബ്രാഞ്ചിനോട് ചേർന്ന് തിരഞ്ഞെടുക്കണം. പീൽ ഓഫ് 1 centimeter ഓഫ് ബാർക്ക് ഫ്രം ദ തിൻ സ്റ്റെം ഇൻ എ സർക്കുലർ ഷേപ്പ്. പീൽ ഓഫ് എന്ന് പറഞ്ഞാൽ തൊലി കളയുക. എത്ര? 1 centimeter ഓഫ് ബാർക്ക് എന്ന് പറഞ്ഞാൽ പുറംതൊലി. ഫ്രം ദ തിൻ സ്റ്റെം, ഈ തിൻ സ്റ്റെമ്മിൽ നിന്ന്, കനം കുറഞ്ഞ സ്റ്റെമ്മിൽ നിന്ന്, ഇൻ എ സർക്കുലർ ഷേപ്പ്. ഏത് ഷേപ്പിലായിരിക്കണം? സർക്കുലർ ഷേപ്പ്. നമ്മൾ കണ്ടല്ലോ അതൊക്കെ. കവർ ദ പീൽ പാർട്ട് വിത്ത് വെറ്റ് കോക്കനട്ട് ഫൈബർ. കവർ ചെയ്യണം ഈ ഭാഗങ്ങൾ, പീൽ ചെയ്ത ഈ ഭാഗം. എന്തുകൊണ്ട്? വിത്ത് വെറ്റ് കോക്കനട്ട് ഫൈബർ, നനഞ്ഞ തുണ്ടിൻ്റെ ചകിരി കൊണ്ട്. പിന്നെ എന്തൊക്കെ ഉണ്ടായിരിക്കണം? സോയിൽ ആൻഡ് സോഡസ്റ്റ്, മണ്ണും അറക്കപ്പൊടിയും ഉണ്ടായിരിക്കണം. കവർ ദിസ് പാർട്ട് വിത്ത് എ പൊളിത്തീൻ ഷീറ്റ്. ഈ ഭാഗം എന്നിട്ട് പൊളിത്തീൻ ഷീറ്റ് കൊണ്ട് കെട്ടിവെക്കുക, കവർ ചെയ്യുക. ടൈ ബോത്ത് ആൻഡ് വിത്ത് ജൂട്ട് ടൈം. ഈ രണ്ടറ്റവും എന്നിട്ട് ചണനാര് കൊണ്ട് കെട്ടുക. വെറ്റ് ഇറ്റ് വിത്ത് ഇനഫ് വാട്ടർ. ആവശ്യത്തിന് നനവ് കൊടുക്കുക. ന്യൂമറസ് റൂട്ട്സ് സ്പ്രൗട്ട് ഔട്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഒത്തിരിയും റൂട്ടുകൾ സ്പ്രൗട്ട് ഔട്ട് ചെയ്യും, പൊട്ടി വരും. കട്ട് ദിസ് ബ്രാഞ്ച്. ഈ ബ്രാഞ്ച് കട്ട് ചെയ്യുക. വെൻ ഇറ്റ് ഈസ് റെഡി ടു ട്രാൻസ്പ്ലാന്റ്. ഇത് റെഡിയാകുമ്പോൾ, ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ, പറിച്ച് നടാൻ റെഡിയാകുമ്പോൾ, ടേക്ക് എ ഡിഗ് ഇൻ ദ സോയിൽ. മണ്ണിൽ ഒരു കുഴി എടുക്കുക. ഡിഗ് മീൻസ് കുഴി.
and plant it. ഈ ചെടി കൊണ്ട് നടുക. നമുക്ക് ലെയറിങ്ങിൻ്റെ നേട്ടങ്ങളും മെരിറ്റ്സും കോട്ടങ്ങൾ ഡിമെരിറ്റ്സും ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് മെരിറ്റ്സ്? നോക്കിക്കേ. മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്. കൂടുതൽ സസ്യങ്ങളും ഇതേ രീതിയിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. അപ്പം മറ്റടുത്ത് എന്ത് വരും? മോസ്റ്റ് ഓഫ് ദി പ്ലാന്റ്സ് കാൺ ബി പ്രൊഡ്യൂസ്. കൂടുതൽ ചെടികളും ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയില്ല. ഇനി അഗെയിൻസ്റ്റ് മെരിറ്റ്സ് നോക്കിക്കേ. ദേ ഹാവ് സെയിം ക്വാളിറ്റീസ് ഓഫ് ദ പാരൻ പ്ലാന്റ്. പാരൻ പ്ലാന്റിൻ്റെ അതേ ഗുണങ്ങളായിരിക്കും തൈച്ചെടികൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് ആർ ഫാസ്റ്റർ. പൂവിടുന്നതും ഫലം തരുന്നതും വേഗത്തിലായിരിക്കും. പ്രൊഡ്യൂസ് മോർ സാപ്ലിംഗ് വിതിൻ എ ഷോർട്ട് പീരീഡ്. തൈച്ചെടികൾ ഒരു ചെറിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. കൂടുതൽ തൈച്ചെടികൾ നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഡിമെരിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലാന്റ്ലെസ് പ്രൊഡ്യൂസ് ആർ ലെസ് ലൈഫ് സ്പാൻ. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്ലാന്റ്ലെറ്റിന് കുറച്ച് ജീവിത കാലഘട്ടമേ കാണത്തുള്ളൂ. അതായത് അത് പെട്ടെന്ന് പെരിഷാകും, നശിച്ചു പോവും. സ്മോളർ സൈസായിരിക്കും, ചെറിയ സൈസായിരിക്കും. അതുകൊണ്ട് പിന്നെ ഇവിടെ ഒരു നേട്ടം കൂടെ ഉണ്ട്. എന്താണ്? നമുക്ക് ചെറിയ ഒരു ചട്ടിയിലൊക്കെ വച്ച് പിടിപ്പിക്കാം. പക്ഷേ പൂക്കളും കായ്കളും ഒക്കെ വളരെ കുറച്ച് മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഡിമെരിറ്റ് കൊടുത്തേക്കുന്നത്. പൊസസ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം. ഇത് നോക്കുക. ഇതിൻ്റെ റൂട്ട് എങ്ങനെയായിരിക്കും? നാരുവേര് പടലമായിരിക്കും. അതായത് മെയിൻ റൂട്ട് ഇവിടെ ഇല്ല. നോ ടാപ്പ് റൂട്ട് സിസ്റ്റം. അതാണ് കൊടുത്തേക്കുന്നത്. ടാപ്പ് റൂട്ട് സിസ്റ്റം ഇല്ല, തായ്വേര് പടലം ഇല്ല. അതുകൊണ്ട് കാറ്റൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? തായ്വേരില്ലാത്തതുകൊണ്ട് ഈ ചെടി മറഞ്ഞു വീഴും. നീഡ് മോർ കെയർ. കൂടുതൽ പരിചരണവും ആവശ്യമാണ്. ഇനി ഏതൊക്കെ ചെടികളിലൂടെ നമുക്ക് ലെയറിങ് വഴി പുതിയ ചെടികളെ ഉൽപ്പാദിപ്പിക്കാം? ഏതൊക്കെയാണ്? ജാസ്മിൻ, റോസ്, ഹിബിസ്കസ്, കഷ്യൂ ആൻഡ് സപ്പോട്ട. അതൊന്ന് റീഡ് ചെയ്തേ. വിച്ച് ആർ ദ പ്ലാന്റ്സ് ഫ്രം വിച്ച് വി ക്യാൻ റീപ്രൊഡ്യൂസ് സാപ്ലിംഗ്? ഓക്കെ. ഇനി പേജ് നമ്പർ 10 ലെയറിങ്ങിനെ കുറിച്ചുള്ള കുറേ ഇൻഫർമേഷൻ, അതായത് അറിവുകൾ തന്നിട്ടുണ്ട്. അത് ഒന്ന് വായിക്കാൻ നോക്കാം. സ്റ്റെപ്പുകൾ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഓക്കെ. Most of the plants can be grown this way. Plants formed from layering do not have as much lifespan as plants formed from seed germination. They will be of smaller size too. They have qualities of the parent plant. If layering is done on diseased plant, new plantlet will also be infected. Flowering and fruiting of such plants are faster than those in plants formed from seeds. Through this method, we can produce more sapling within a short period. Layered plants do not possess the taproot system. They require more care. With the help of the information given above, write down in your science diary the merits and demerits of plantlet produced through layering. ഇതിൻ്റെ ആശയം എന്താണെന്ന് നമുക്ക് നോക്കാം. മുകളിൽ തന്നിരിക്കുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിൽ ലെയറിങ്ങിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും എന്തൊക്കെ? അതാണ് സയൻസ് ഡയറിയിൽ കുറിച്ച് വയ്ക്കേണ്ടത്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
അപ്പം നിങ്ങളത് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നല്ലവണ്ണം മനസ്സിലായോ? ഇത് പലവട്ടം വായിക്കുവോ? മീനിങ്ങുകളൊക്കെ എഴുതി പഠിക്കുവോ? വാക്കുകളും ആശയങ്ങളും ഒക്കെ നല്ലവണ്ണം മനസ്സിലാക്കണം. അത് വേണ്ടവണ്ണം ഉപയോഗിക്കണം. ഇനിയും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോ തയ്യാറാക്കി ഇട്ട് തരുന്നതായിരിക്കും. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. കിട്ടുന്ന സമയം പരമാവധി ഉപയോഗിക്കുക. ഓക്കെ, ബൈ.